ഈ മലയാളികൾക്കാണ് ഏറ്റവും കൂടുതൽ ലോൺ. അതെന്തുകൊണ്ട് അങ്ങനെ? കാരണം കേരളത്തിൽ മാത്രമാണ് വടക്ക് കിഴക്ക് അടുക്കള ഉള്ളത്. ബാക്കി എല്ലാ സ്ഥലത്തും തെക്ക് കിഴക്കാണ് അടുക്കള. അതായത് അഗ്നികോണില് നാച്ചുറലി തന്നെ അവിടെ അഗ്നി ഉണ്ടാവും. തല പൊകിയണത് മലയാളിയാണ്. കാരണം വാസ്തു പുരുഷന്റെ തലഭാഗമാണ് വടക്ക് കിഴക്ക് വരുന്നത്. അപ്പൊ എന്താണ് തല പൊകിയും? അഗ്നികോൺ ഇല്ല എങ്കിൽ ഒന്നുമില്ല, ആധാരം ബാങ്കിലാവും. പക്ഷെ അത് സങ്കടം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാരണം ഇന്നിപ്പോ ഒരാൾ വീടുണ്ടാക്കാൻ ലോൺ എടുക്കാണ്ട് ഇപ്പൊ ആർക്കും വീട് എടുക്കാൻ പറ്റുമോ? നിലവിലുള്ള വീടാണോ കഴിയുന്നതും ആരെ കൊണ്ടും അളപ്പിക്കരുത്. അളന്നു കഴിഞ്ഞോ നിങ്ങൾ ലോക്കാവും. അളന്നു കഴിഞ്ഞോ ഒരാൾ പറയും നന്നായിട്ടൊക്കെ അയാൾ ആത്മാർത്ഥമായിട്ട് ചെയ്തായിരിക്കും, മറ്റേ ആൾ പറയും ഒക്കെ മരണിച്ചിട്ടാണ്. അപ്പോഴെന്താവും? അത് ശരിയില്ല, അത് ശരിയില്ല. അതായത് ടോട്ടൽ ഫോക്കസ് പോകുന്നത് എന്താ ദോഷം എന്നാണ്. ഈ ദോഷം എന്നുള്ള ഒരു മനസ്ഥിതി, ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അത് മാറ്റിയിട്ട് നമ്മൾ സമൃദ്ധി, ഭാഗ്യം ഇങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞാൽ സംഭവം കറക്റ്റ് ആവും. പണ്ട് ആചരിച്ചിരുന്ന ഒരു സിസ്റ്റം ഇന്ന് നിർമ്മാണ രീതികളൊക്കെ മാറിയപ്പോഴും അതിൽ തന്നെ നമ്മൾ സ്റ്റക്കായിരിക്കുക. എന്നിട്ട് അതിൻ്റെ ദോഷം പറഞ്ഞ് നല്ല പുഞ്ചിരിക്കേണ്ട മനുഷ്യന്മാർ ടെൻഷൻ അടിച്ച് മരണച്ചുറ്റി കിടന്ന് ജീവിതാകൂടി പ്രശ്നത്തിലാകുക. ഉസാമ ബിൻ ലാദൻ ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാളെ കൂടി പിരികേറ്റി അയാൾ സ്വസ്ഥമായിട്ട് 6 ഭാര്യമാരുടെ കൂടെയൊക്കെ സ്വസ്ഥമായിട്ടിരിക്കുന്നത്. അപ്പം അവർ ആ കൂടി എഫേർട്ട് ഇതാണ്, രണ്ടാളെ പിരികേറ്റി ആണ് ലീല. ചെറിയ എഫേർട്ട് വലിയ റിസൾട്ട്. രണ്ടാമത്തെ ആള് ശ്രീ ശ്രീ രവിശങ്കർജി. അദ്ദേഹം ശ്വസന പ്രക്രിയ ലോകത്തിന് പഠിപ്പിക്കുന്നു. ലോകത്തിലെല്ലാവരും 1, 2 എന്നല്ല, ഒരു 68ഓളം രാജ്യങ്ങളുടെ രാജാവാ അല്ല പറയാണ്. അല്ല, ലോകത്തിൻ്റെ മുഴുവൻ രാജാവായിട്ട്, പീസിൻ്റെ ഫൗണ്ടറായിട്ട്, ഹാപ്പിനെസ്സിൻ്റെ ഗുരുവായിട്ട് ലോകം മുഴുവൻ വിലസുന്നു. അപ്പോൾ ഇവർ തമ്മിൽ എന്താ വ്യത്യാസം? ഒരാൾ ചെയ്യുന്നത് ഡിസ്ട്രക്റ്റീവാണ്. ആസ് എ റിസൾട്ട് പ്രപഞ്ചം സപ്പോർട്ട് ചെയ്യില്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ അയാൾ എപ്പോഴും നാശം അയാളെ കാത്തു നിൽക്കും. അയാൾക്ക് പുറത്തുനിന്ന് വരാനോ സാധാരണക്കാരന്മാർ ഇടപെടാനോ ഒന്നും പറ്റില്ല. നാശമായിരിക്കും അയാൾ അങ്ങനെ പിന്തുടരുക. കാരണം അയാൾ ചെയ്യുന്ന നാശം. മറ്റേ ആൾ സന്തോഷം കൊടുക്കുകയാണ്. അതായത് പ്രപഞ്ചത്തിലുള്ള ലൈഫ് ഫോഴ്സിനെ എലിവേറ്റ് ചെയ്യാണ്, സന്തോഷം കൊടുക്കുകയാണ്, ജീവിതത്തിനെ മാറ്റിമറിക്കുകയാണ്, ജീവിതങ്ങൾ ഉയർത്തുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് എന്ത് വേണം ഈ യൂണിവേഴ്സിൽ ചെയ്യാം. പക്ഷെ നോക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. ശ്രീനാരായണ ഗുരു പറഞ്ഞൊരു വാക്കുണ്ട്, എന്താ? അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരനും ആത്മസുഖത്തിനായി വരണം. അതായത് നമുക്ക് എന്ത് വേണം ഈ യൂണിവേഴ്സിൽ ചെയ്യാം, എങ്ങനെ വേണം ബിസിനസ് ചെയ്യാം. പക്ഷെ ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മൾ ചെയ്യണത് വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ബുദ്ധിമുട്ടായോ ആളുകൾക്കോ പ്രപഞ്ചത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു നെഗറ്റിവിറ്റി അത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അടി കിട്ടും, ഒരു സംശയവും വേണ്ട. അപ്പം ആ കൂടി ഇത്രയേ ഉള്ളൂ. ബിസിനസ് ചെയ്യാം, ഹൃദയം കൊണ്ട് ചെയ്യാം, പക്ഷേ ഹൃദയം കൊണ്ട് അപ്ലിക്കേഷൻ പാടില്ല. നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ മാനവരാശിക്കും ഓരോ വ്യക്തിയുടെയും ജീവിതത്തിന് ഉയർത്താൻ പറ്റുന്നതാണ്. അപ്പം അതിൽ വാസ്തുവിന് എന്താ കാര്യം? വാസ്തു ആണ് ഈ പ്രപഞ്ചത്തിനെയും നമ്മളെയും ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ്, ലിങ്ക്. കാരണം നമുക്കൊരു 1000 ഉറുപ്പ്യ കിട്ടണം, ആരോഗ്യം മനസ്സിൽ തോന്നണ്ടേ? നല്ല നമുക്ക് 1000 ഉറുപ്പ്യ കിട്ടുള്ളൂ അല്ലേ? നമ്മൾ സാധനമൊക്കെ വെച്ചു, നന്നായിട്ട് ഷോപ്പൊക്കെ ആയി തുറന്നിരുന്നു, ഒരു കുട്ടി അവിടെ കയറിയില്ലെങ്കിലോ? ഇവിടെയാണ് വാസ്തുവിൻ്റെ കാര്യം. വാസ്തു എന്താണെന്ന് വെച്ചാൽ ഒരു അട്രാക്ഷൻ അവിടെ ഉണ്ടാക്കിക്കും. ആ കറക്റ്റായിട്ടുള്ള ഫോർമാറ്റിൽ അത് വരും. അപ്പോൾ അതിലെന്താവും? സ്വാഭാവികമായിട്ട് തന്നെ അവിടെ അബണ്ടൻസ് വരും. നമ്മളും പ്രപഞ്ചം ഇതിൻ്റെ ഇടയിലുള്ള ഒരു ലിങ്കാണ് നമ്മളെ വീടും നമ്മളെ ഓഫീസും ഒക്കെ, വർക്കിംഗ് പ്ലേസും. അപ്പോൾ നമ്മളെയും ഈ പ്രപഞ്ചത്തിൻ്റെയും തമ്മിലുള്ള ലിങ്ക് ക്ലിയർ ആയാലോ അവിടെ അബണ്ടൻസ് സംഭവിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു വാസ്തു കൺസൾട്ടൻറ്റിൻ്റെ പണി. ആ ദോഷം, ഈ ദോഷം, ഇത് പ്രശ്നം, കുറേ സിദ്ധാന്തങ്ങൾ പറയലൊന്നുമല്ല. എങ്ങനെയാണ് ഈ വ്യക്തിയിൽ സമൃദ്ധി ഉണ്ടാക്കുക, അതിന് ഇയാൾക്ക് എന്തൊക്കെയാ ബ്ലോക്കേജ്, അതെങ്ങനെയാ റിമൂവ് ചെയ്യുക, എന്നിട്ട് അയാളെ ആ ഒരു കോൺഷ്യസ്നെസ്സിൽ, ആ ഒരു ബോധമണ്ഡലത്തിൽ എങ്ങനെ ഒരു ഉയർന്ന ഐ ക്യാൻ എന്നുള്ളതിലേക്ക് എത്തിക്കുക. അപ്പോൾ ആ വ്യക്തിയുടെ വാസ്തുവും കറക്റ്റാണോ, ഇയാൾ പോയി കിടന്നുറങ്ങുന്ന വീടിൻ്റെ വാസ്തുവും കറക്റ്റാണോ, പിന്നെ ഇയാൾ എന്ത് ബിസിനസ്സാണോ ചെയ്യുന്നത് ആ ബിസിനസ്സിൻ്റെയും വാസ്തു കറക്റ്റാണോ. അപ്പോഴെന്താവും? സ്വാഭാവികമായിട്ടും അയാൾ അവിടെ 100% കോൺഫിഡൻസോട് കൂടി പറയാൻ റിസൾട്ട് വന്നിരിക്കും.
ക്ലിയർ? ഇത് വിശ്വാസമല്ല, അതിലുപരി അതൊരു ഡണ്ണ. വിശ്വാസം എന്നുള്ളത് പറയണതെന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസ, അതിലുപരി ഡണ്ണാവും അത്. ആ ഒരു കോൺഫിഡൻസ് ആണ് വാസ്തു. കോൺഫിഡൻസ് ഗ്രേറ്റ്. അപ്പോൾ നമ്മൾ ഈ 3 എണ്ണത്തിൻ്റെയും വാസ്തു നമ്മൾ കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രപഞ്ചത്തിൻ്റെ ഇതിലേക്ക് ഉയർത്തണം. നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ അതിൻ്റെ അർത്ഥം ശരിയല്ല എന്ന് തന്നെയാണ്, പ്രശ്നമുണ്ട് തന്നെയാണ്. പക്ഷെ അതിനുവേണ്ടി പൊളിക്കലും തറക്കലൊന്നും വേണ്ട, പൊളിച്ചു മാറ്റാണ്ട് തന്നെ പരിഹാരം ഉണ്ടാക്കാം. അവിടെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അതായത് പലയിടത്തും ഇപ്പൊ വാസ്തുവിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയണ കാര്യം കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അപ്പൊ ഇങ്ങനെ വിളിച്ചപ്പോ അവിടെ അത് പൊളിക്കണം ഇത് പൊളിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, കുറെ വീണ്ടും സാമ്പത്തിക ചെലവാണ്. പക്ഷെ ഗുരുജിയുടെ നമ്മൾ കാര്യങ്ങൾക്ക് വരുമ്പോ ഗുരുജി പരമാവധി അതൊരു റെമഡിയൽ വാസ്തുവിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എങ്ങനെ പൊളിക്കാതെ നമുക്ക് അധിക ചെലവില്ലാതെ എങ്ങനെ നടത്താം എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് ആ ഒരു റെമഡിയൽ വാസ്തു ചൂസ് ചെയ്യാൻ കാരണം? അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും അതിൽ നമുക്ക് അതിന് പരിഹാരം കണ്ടെത്താൻ പറ്റുമോ? 100% പറ്റും. ഇത് റെമഡിയൽ വാസ്തു എന്നുള്ളൊരു ടേം കേരളത്തിൽ ഇല്ലാത്ത ടേമാണ്. കേരളം നമ്മൾ തച്ചുശാസ്ത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ ചുറ്റളവല്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. ഇത് ആകെ മരണ ചുറ്റില്ല. അതും ഇനി ഒരാശേരി വന്ന് നോക്കി അയാൾ ആത്മാർത്ഥമായിട്ടായിരിക്കും എല്ലാം ചെയ്തിട്ടുണ്ടാകും. ഇനി വേറെ ഒരു ആശേരീനെ വിളിച്ചു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാൻ വേണ്ടി വേറെ ഒരാൾ വിളിച്ചാൽ ഒക്കെ മരണ ചുറ്റാവും. ഒന്നും കണക്ക് ശരിയില്ല. ഇല്ലെങ്കിൽ അവസാനം കൊണ്ടുപോയിട്ട് വർക്ക് ഏരിയയിൽ കുറച്ചൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഇങ്ങനെ എന്ത് പ്രശ്നങ്ങളാണ് അവർ ഫോക്കസ് ചെയ്യണത്. അവർക്ക് നമ്മളെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാകണോ, നമുക്ക് സന്തോഷം ഉണ്ടാക്കണോ, അബൻഡൻസ് ഉണ്ടാകണോ, ഇതൊന്നുമല്ല. ഇതിലെന്തോ ഈ പ്രശ്നം. അപ്പം ടോട്ടൽ ഫോക്കസ് പോകുന്നത് ഈ പ്രശ്നങ്ങളിലാണ്. അതുകൊണ്ട് എന്താണ് ബുദ്ധി ചുറ്റളവ് ശരിയല്ല. അപ്പോൾ ചുറ്റളവ് ശരിയാക്കണം എന്ത് വേണ്ടി വരും? അപ്പോൾ അതിൽ കുറച്ചുകൂടി ഒന്ന് കുറച്ചിട്ട് വേണ്ടി വരും. അപ്പോഴോ എന്ത് ചെയ്യും? അപ്പോൾ ഈ മതിൽ പൊളിച്ചിട്ട് ഇവിടെ കെട്ടേണ്ടി വരും. അവിടെയാണ് പൊളിക്കേണ്ട ആവശ്യം വരുന്നത്. ഗുഡ്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്ലാറ്റിലാണ്, ഇങ്ങനെ അളവ് ശരിയില്ലാന്ന് വെച്ചിട്ട് പൊളിക്കാൻ പറ്റുമോ? അതൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഫ്ലാറ്റിൽ താമസിക്കുക, ഈ അളവ് ശരിയില്ല, അതുകൊണ്ട് ചുമരും ഇവിടെ മാറ്റി കെട്ടണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഈ ചുറ്റളവ് നോക്കണ്ട എന്നല്ല പറയുന്നത്, നോക്കണം. പുതിയ വീട് ഉണ്ടാക്കുകയാണെങ്കിൽ ചുറ്റളവ് നോക്കിയിട്ട് തന്നെ വേണം. ഞാനും പുതിയ വീടിന് ചുറ്റളവ് നോക്കി കുറ്റിയടിച്ച് കൊടുക്കാറുണ്ട്. ഗുഡ്. നല്ല റിസൾട്ടും തരുന്നുണ്ട്. ഞാൻ ശാസ്ത്രത്തിനെതിരല്ല, അത് വേണം. പക്ഷേ നമ്മൾ അപ്ലിക്കേഷൻ നമ്മൾ ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള വീടാണോ, കഴിയുന്നതും ആരെ കൊണ്ടും അളപ്പിക്കരുത്. അളന്ന് കഴിഞ്ഞോ നിങ്ങൾ ലോക്കാവും. അളന്ന് കഴിഞ്ഞോ ഒരാൾ പറയും നന്നായിട്ടൊക്കെ അയാൾ ആത്മാർത്ഥമായിട്ട് ചെയ്തായിരിക്കും, മറ്റേ ആൾ പറയും ഒക്കെ മരണിച്ചിട്ടാണെന്ന്. അപ്പോഴെന്താവും? അത് ശരിയില്ല, അത് ശരിയില്ല. അതായത് ടോട്ടൽ ഫോക്കസ് പോകുന്നത് എന്താ ദോഷം എന്നാണ്. ഈ ദോഷം എന്നുള്ളൊരു മനസ്ഥിതി, ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് മാറ്റിയിട്ട് നമ്മൾ സമൃദ്ധി, ഭാഗ്യം ഇങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞാൽ സംഭവം കറക്റ്റാവും. കാരണം യഥാർത്ഥത്തിൽ ഈ വാസ്തുശാസ്ത്രം സംസ്കൃതത്തിൽ അതിന് പറയുക ഭാഗ്യകൽപ്പം എന്നാണ്. ഭാഗ്യകൽപ്പം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഭാഗ്യത്തിനെ സൃഷ്ടിക്കാം, അതിനുള്ള ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. അല്ലാണ്ട് ചുറ്റളവ് നോക്കാനോ ഇതിനൊന്നുള്ളതല്ല. ചുറ്റളവ് നോക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാതിരി സെൻറ്റിമീറ്ററും മീറ്ററും ഒന്നും ഇല്ല, ഇന്നത്തെ മാതിരി ടേപ്പും സൗകര്യമൊന്നും ഇല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പണ്ട് ഇതിനൊക്കെ പറയുക കോല് അങ്കുലം എന്നുള്ളൊരു കണക്കാണ്. കാരണം അന്നത്തെ എഞ്ചിനീയറിംഗ് ആണത്. ഇപ്പോൾ മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞാണ്, എന്നാലും പറയുകയാണ്. ഇപ്പോൾ പേളിനൊരു വീട് ഉണ്ടാക്കണം. പേളിനൊരു വീട് ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ പേളിൻ്റെ അടുത്ത് വരും നടുവിരലിൻ്റെ നടുഭാഗം, ഈ ഭാഗം നടുവിരലിൻ്റെ നടുഭാഗം ഒന്നിങ്ങനെ പിടിച്ചു നോക്ക്, ക്ലിയർ. ഈ ഒരു ഭാഗമാണ് ഒരു അങ്കുലം എന്ന് പറയുക, നടുവിരലിൻ്റെ നടുഭാഗം. അപ്പോൾ ഈ ഇതിന് കണക്കായിട്ട് ഒരു ഈളിൽ അത് പിടിക്കും. എന്നിട്ട് ഈ അന്ന് അതേള് മെത്തേഡ് അതേള് വേറെ ഒന്നും ഇല്ല, ഇന്നത്തെ ഒരു സെന്റിമീറ്ററും മീറ്ററും ടാപ്പും കാര്യമൊന്നും ഇല്ല. എന്നിട്ട് ഈ ഈള് ഒരു 24 പ്രാവശ്യം വെക്കും. അപ്പൊ അതിന് പറയും ഒരു കോല് എന്ന് പറയും. ഇനി അതിലും വലിയ അളവാകുമ്പോൾ ഈ കോല് 4 പ്രാവശ്യം കൂടി വെച്ച് കഴിഞ്ഞാൽ അതിന് ദണ്ട് എന്ന് പറയും. ഇനി അതിലും വലിയ അളവുകൾ വരുമ്പോൾ ഒരു ചരട് പിടിക്കും. ഈ ചരടിനാണ് സൂത്രം എന്ന് പറയുക. അപ്പൊ ചരട് പിടിക്കുന്ന ആൾ എന്ത് പറയും? സൂത്രഗ്രാഹി എന്ന് പറയും. സൂത്രഗ്രാഹി എന്ന് പറയും. ഇങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നല്ലത് തന്നെയാണ്, സിസ്റ്റമൊക്കെ നല്ലത് തന്നെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ 10 വീടുണ്ടെങ്കിൽ 10 അളവിലായിരിക്കും, അതാണ് ശരി.
പിന്നെ കുറേ കാലം കഴിഞ്ഞ് ബ്രിട്ടീഷുകാരൊക്കെ വന്നു. അപ്പോൾ എന്തായാലും സെൻറ്റിമീറ്റർ മീറ്ററൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഒരു ജനറലൈസേഷൻ പ്രിൻസിപ്പിൾ തുടങ്ങി. അതായത് പറഞ്ഞപ്പം ബ്ലഡ് 120 പാടുള്ളൂ. അങ്ങനെ കുമാരനാശൻ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഒരു അതോറിറ്റി ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ആക്കുകയാണ് 120 ഇതിൻ്റെ ഇത്. അപ്പം ഈ എന്താ പറയുക, എല്ലാ ദിവസവും കഠിനപ്പായസവും ഇരട്ടി മധുരവും ഒക്കെ കഴിച്ചിട്ട് നല്ല ഗുണ്ടുമണികളായിട്ടുള്ള നമ്പൂരിമാരുണ്ടാവും. ഇവർക്കാർക്കും ഷുഗർ ഇല്ല. എന്താ കാരണം? ഇവരാരും ടെസ്റ്റ് ചെയ്യാറില്ല. എന്ന് ടെസ്റ്റ് ചെയ്തോ അന്ന് അവർക്ക് ഷുഗർ ആവും. ഈ ചിലവരുണ്ടല്ലോ മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടാവോ എന്ന് പേടിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാണ്ടിരിക്കുന്നവര്. അതെ 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 അതെ. അപ്പൊ ഈ ഒരു സാധനത്തിലേക്ക് നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മൈൻഡ് സെറ്റ് ആ പ്രശ്നത്തിലായി. അന്ന് മുതൽ അയാൾ നല്ല ചിരിച്ചും കളിച്ചുകൊണ്ടിരിക്കുന്ന ആള് ഷുഗർ ഉണ്ടോ സാറേ, മൈൻഡ് സെറ്റേ മാറി. ക്ലിയർ ആയില്ല. അപ്പൊ ഈ ഷുഗർ ഉണ്ട്, ഷുഗർ പിന്നെ എല്ലാത്തിലും റിപ്പീറ്റഡ്ലി എനിക്ക് ഷുഗർ ഉണ്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പൊ അയാൾക്ക് ഷുഗർ ആവും. ഇതേമാതിരി തന്നെയാണ് ചുറ്റളവ് ശരിയില്ല. ആദ്യം ഈ ചുറ്റളവ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തച്ചന്മാരാണ്. കാരണം അവരാണ് ഇതിൻ്റെ അളവൊക്കെ ആക്കണേ. അതായത് ഇപ്പം ആശാരി മൂശാരി തട്ടാൻ കൊല്ലൻ എന്ന് പറയും. അപ്പം ഈ ആശാരി എന്ന് പറയുന്ന ആളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു മരം മുറിച്ച് കഴിഞ്ഞാൽ രണ്ടാമത് കൂട്ടി യോജിപ്പിക്കാൻ പറ്റൂല. എഴിച്ചു കൂട്ടിയാൽ മുഴച്ചിരിക്കും. നേരെ മറിച്ച് മൂശാരിക്കൊക്കെ ആണെങ്കിൽ രണ്ടാമതും അത് ഉരുക്കി രണ്ടാമതും വാർക്കാം. പക്ഷേ അപ്പം മരം മുറിക്കുമ്പോൾ കഴിയുന്നതും എന്താ പറയാ അളവ് തെറ്റിക്കാണ്ടിരിക്കണം. അപ്പൊ എന്താണ് അളവ് തെറ്റരുത് കേട്ടോ. പക്ഷെ ഈ ആശാരിയുടെ പണി എപ്പോഴാണ് വരിക? ലാസ്റ്റ് ആണ്. കാരണം എപ്പോഴാണ് കൂടം കൂട്ടിയിട്ടൊക്കെ ഇത് വെക്കുക. അപ്പൊ അയാൾക്ക് ആദ്യം ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും? ആദ്യം കണക്കൊക്കെ ശരിയാക്കിയിട്ട് കൊടുക്കും. അതെ കണക്ക് തെറ്റരുത് കേട്ടോ. ആരുടെ അടുത്ത് പറയും? കൽപ്പണിക്കാരൻ്റെ അടുത്ത് പറയും. അപ്പൊ കണിപ്പണിക്കാരൻ എന്താകും? ആ മേസ അയാൾ തൊഴിലാളികളുടെ അടുത്തൊക്കെ പറയും, അതേ കണക്ക് തെറ്റരുത് കേട്ടോ. ഇത് വീട്ടുകാരനും കേൾക്കും, എന്ത് കണക്ക് തെറ്റരുത് കേട്ടോ. അപ്പൊ അതെ നോക്കിയിട്ടൊക്കെ ചെയ്യണേ, കണക്കൊന്നും തെറ്റരുതേ. അപ്പൊ പിന്നെ അത് വന്നു, പ്രശ്നം വന്നു. അപ്പൊ ആരുടെ അടുത്ത് പോയി? ജ്യോതിഷന്റെ അടുത്ത് പോയി. അപ്പൊ ജ്യോതിഷന്റെ അടുത്ത് പോയപ്പോ കണക്കൊക്കെ ഒരു പ്രശ്നമാണല്ലോ. കാരണം ജ്യോതിഷൻ എന്ന് പറഞ്ഞ ആൾ ഒരു 9 എന്നുള്ള കണക്കെടുത്ത് കളിക്കുന്ന ആളാ. അപ്പൊ അയാൾ ഇതിലെന്താവും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാല് സത്യം കുരുവന്തു ഭാരതി എന്ന് പറഞ്ഞിട്ട് ഇത് വെച്ച് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ ഈ കണക്ക് വരും. അപ്പം പറയും കണക്കിന് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും പ്രശ്നമായി. ഈ കണക്ക് പ്രശ്നം ഇതിലായിപ്പോയി നമ്മളെ ഒരു കോൺഷ്യസ്നെസ്. ഇപ്പോൾ റിപ്പീറ്റഡ്ലി കണക്ക് പ്രശ്നം ദോഷം ഇതന്നെ വന്നു കഴിഞ്ഞാൽ എന്താവും? കേരളം മൊത്തം മരണച്ചിറ്റിലായി, ദോഷത്തിലായി. ആകെ പ്രശ്നമായിട്ടോ ഒക്കെ മരണച്ചിറ്റിലാണ്. ഞാൻ ചില കണക്ക് കൊടുത്തു കഴിഞ്ഞാലും ചില ആൾ പറയും ഇതൊക്കെ മരണച്ചുറ്റിലായിട്ടോ എന്ന്. യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കേരളത്തിൽ അറിയണ കണക്കുകൾ ചിലതുണ്ട്. അതായത് കോൽമാനം എന്നൊക്കെ പറയും. ഇങ്ങനെയുള്ളത് മാത്രമേ ഉള്ളൂ സാധാരണ എല്ലാവർക്കും അറിയുള്ളൂ. ഇപ്പോൾ ഒരു ജനറലി എഞ്ചിനീയർമാരും ബാക്കിയുള്ളവരൊക്കെ ഒരു സാധനം ഇങ്ങനെ ഒരു അവരുടെ പോക്കറ്റിന് ഒരു ലിസ്റ്റ് എടുത്തിട്ട് അത് വെച്ചിരിക്കുകയാണ്. പക്ഷെ അതല്ല അതിൻ്റെ സിസ്റ്റം. ഓരോന്നും യൂണിക്കാണ്. അവിടുത്തത് നോക്കി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടുത്തേതായിട്ട് തന്നെ കണ്ടുപിടിക്കണം. പക്ഷെ അതിന് പകരം എന്താകും? ഒരു ജനറൽ കണക്കെടുത്തിട്ടാണ് അവർ നോക്കുക. അപ്പോൾ ഞാനൊരു കണക്ക് കൊടുത്തു, അതിൽ 0.5 വരുന്നുണ്ട്. ഇപ്പോൾ 0.5 ഓട്ടോക്കാഡിൽ തന്നെ ഉണ്ടായില്ലേ? കാരണം എന്ന് പറഞ്ഞാൽ സാധാരണ സെന്റിമീറ്ററിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ ഇതൊക്കെ മരണച്ചുറ്റാണല്ലോ സാറേ, ഇങ്ങനെയുള്ള കണക്കൊന്നും ഇല്ലല്ലോ. കണക്കില്ലായിട്ടല്ല, നിങ്ങൾ ഇതുവരെ പഠിച്ചാൽ അങ്ങനെയുള്ള കണക്കില്ലാത്തതാണ്. കണക്കുണ്ട്, പക്ഷെ നമ്മൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കളക്ട് ചെയ്ത ഒരു ഡാറ്റയിൽ അതില്ലാത്തതുണ്ടാകും. അപ്പോൾ ഇല്ലാത്തതൊക്കെ എന്തായി? നമുക്ക് ഇഷ്ടപ്പെടാത്തതും ഇല്ലാത്തതാണ് ഒക്കെ മരണിച്ചിട്ടായി. ഇങ്ങനെ ഒരു അപ്പോൾ അത് ആര് കേൾക്കുന്നുണ്ട്? വീട്ടുകാരന് കേൾക്കുന്നുണ്ട്. സാറേ ഒക്കെ മരണിച്ചിട്ടില്ല, സാറിന് ഇത്രയും ഫീസൊക്കെ തന്നിട്ട് സാറ് വലിയ ആളായിട്ടല്ല ഞാൻ വിചാരിച്ച്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഈ കൺസെപ്റ്റിനെ മിസ്പെൽ ചെയ്യുന്നതാണ്. അതായത് നമ്മളിവിടെ ഒരു കോൽമാനം എന്ന് പറഞ്ഞാണ് ഉപയോഗിക്കുക. അപ്പം അങ്കുലമാനത്തിലും പക്ഷേ കണക്കെടുക്കാം. അങ്കുലമാനം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 സെൻറ്റിമീറ്റർ ഏകദേശം വരും എല്ലാവരുടെയും എടുത്തു കഴിഞ്ഞാൽ. ഒരു 3 സെൻറ്റിമീറ്റർ വരും എല്ലാവരും. അപ്പോൾ എല്ലാവരും ഇത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ വന്നു. നമ്മൾ നേരത്തെ ഷുഗറിന് 120 എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്ത് എന്താണ് ഒരു അങ്കുലം സമം 3 സെൻറ്റിമീറ്റർ. ക്ലിയർ? പിന്നെ അപ്പോൾ ഒരു കോലോ? അപ്പോൾ നേരത്തെ പറഞ്ഞു 24. അപ്പോൾ 3 സെൻറ്റിമീറ്റർ ഇൻറ്റു 24. 3 ഇൻറ്റു 24 എത്രയായി? 72 വരും. അപ്പോൾ ഒരു കോല് സമം 72. പക്ഷേ ഇതും നമ്മൾ പാറശാല മുതൽ
കാസർഗോഡ് വരെ അങ്ങോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ കണക്കായിരിക്കും. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഓരോ തറവാട്ടുകാർക്കും അവരുടേതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് ഈ കോല് അളക്കുന്ന ആളുകൾ കക്ഷത്ത് കോല് വെച്ചുകൊണ്ട് നടന്നു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ചില പഴമക്കാർക്കൊക്കെ അത് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയാകുമ്പോൾ അച്ഛൻ ഉപയോഗിച്ച കോല് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി മോന് കൊടുത്തു. അപ്പൊ അതിനായിട്ടുള്ള മാറ്റങ്ങൾ അതിൽ വന്നു. അപ്പൊ അതാണ്. പക്ഷേ അതെന്താണെന്ന് ചോദിച്ചാൽ ആൻസർ ഇല്ല. കാരണം അതങ്ങനെയാണ്. കാരണം അന്ന് വരെ ചെയ്ത അതാണ്. അപ്പോൾ ഈ ഒരു ഇത് ശരിക്കും നമ്മളൊന്ന് സയൻറ്റിഫിക്കലി ഒന്ന് പഠിക്കേണ്ടതുണ്ട്. സയൻറ്റിഫിക്കലി പഠിച്ച് കൃത്യമായിട്ട് ഇതാക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ RC ആണ്, വാർപ്പ് ഇട്ട വീടാണ്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഈ മരത്തിൻ്റെ മുറിക്കേണ്ടതൊന്നും വരുന്നില്ല. അപ്പോൾ കണക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ? യഥാർത്ഥത്തിൽ കണക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അപ്പോഴുള്ള അതിന് കണക്കിൻ്റെ ഉദ്ദേശം ബാലൻസിങ് ആണ്. അതായത് ഈ കണ്ണ് ഇതൊക്കെ കണ്ടില്ല, നമ്മൾ തന്നെ ഈശ്വരൻ ഒരു കണക്കിലാണ് ഉണ്ടാക്കിയത്. ഇപ്പൊ കൈ ഇങ്ങനെ വെച്ച് ഈ കണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ അതേ അളവായിരിക്കും ഇതിന്, അതേ അളവിനായിരിക്കും ഇതിന് ഇടയിലുള്ള ഗ്യാപ്പ്. ഇങ്ങനെ നമ്മളെ കൈയുടെ ഇതിൻ്റെ വലുപ്പമാണ് നമ്മളെ തലക്ക് വരിക. ഇങ്ങനെയുള്ള അതായത് ഒക്കെ മാത്തമാറ്റിക്സാ. നമ്മളെ ഭൂമിയുടെ സ്പന്ദനം തന്നെ ചാക്കോ മാഷ് പറഞ്ഞ് അതങ്ങനെ തന്നെയാണത്. പക്ഷേ അത് അപ്ലൈ ചെയ്യുന്നതും അതിനു വേണ്ടി പൊളിക്കേണ്ടയോ ആവശ്യമില്ല. കാരണം പണ്ട് ആചരിച്ചിരുന്ന ഒരു സിസ്റ്റം ഇന്ന് നിർമ്മാണ രീതികളൊക്കെ മാറിയപ്പോഴും അതിൽ തന്നെ നമ്മൾ സ്റ്റക്കായിരിക്കുക. എന്നിട്ട് അതിൻ്റെ ദോഷം പറഞ്ഞ് നല്ല പുഞ്ചിരിക്കേണ്ട മനുഷ്യന്മാർ ടെൻഷൻ അടിച്ച് മരണച്ചുറ്റി കിടന്ന് ജീവിതം കൂടി പ്രശ്നത്തിലാകുക. ഇനി മരണച്ചുറ്റായതിനെ കൊണ്ട് ആരും മരിക്കൊന്നുമില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഈ മരണച്ചുറ്റ് എന്ന് പറയുന്നത് ഒരു പ്രായം പറയണേ, അത് ആയാതി ഷഡ്വർഗങ്ങൾ എന്ന് പറയും. ഇന്നിപ്പോൾ അതിൽ ഈ പ്രായത്തിനെ സൂചിപ്പിക്കുന്നതാണ് മരണം എന്ന് പറയുന്നത്. അതായത് ഒരു വീട്ടിൻ്റെ പറയുമ്പോൾ 5 തരത്തിലുള്ള വയസ്സാണുള്ളത്. 1 ബാല്യം, 2 കൗമാരം, 3 യൗവനം, പിന്നെ വാർദ്ധക്യം, മരണം. അപ്പോൾ ലാസ്റ്റ് ഹരണഫലം 5 വന്നു കഴിഞ്ഞാൽ എന്തായി? മരണമായി. അതുകൊണ്ട് ആൾ മരിക്കുന്നല്ല പറയുന്നത്. ആ വീട്ടിൻ്റെ പ്രായം അതാണ്. ഇനി 1 വന്നെങ്കിൽ ബാല്യമാവും. അങ്ങനെ അതിൻ്റെ പ്രായം കണക്കാക്കണെയാണത്. ഇനി അതിൻ്റെ ശിഷ്ടത്തിനെയാണ് അതിൻ്റെ നക്ഷത്രമായിട്ട് കണക്ക് കൂട്ടുക. അല്ല പറയുകയാണ്, ഇത് ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. ഞാൻ എന്തുകൊണ്ടത് ഇങ്ങനെ തുറന്ന് പറയണമെന്ന് വെച്ചാൽ വെറുതെ നമ്മൾ ഇങ്ങനെയുള്ള കൺസെപ്റ്റിൽ കിടന്നിട്ട് വെറുതെ ടെൻഷൻ അടിക്കേണ്ട. പൊളിച്ചു മാറ്റേണ്ട ഒന്നും ആവശ്യമില്ല. പൊളിച്ചു മാറ്റാണ്ട് തന്നെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. 100% റിസൾട്ട് വരും. ഇപ്പോൾ നമ്മൾ ഫ്ലാറ്റിലൊക്കെയാണെങ്കിൽ നമുക്ക് പൊളിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതൊരു വസ്തുതയാണ്. ഒരു കാലഘട്ടത്തിലുള്ള ആചാരം അതായിരുന്നു. കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. ഇപ്പം വിശ്വാസം, സയൻസ്, പിന്നെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങൾ, അപ്പൊ ഇതെല്ലാം ലോജിക്കലിയും കൂടി കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പൊ അതിന് സമൃദ്ധി വരും. ഇല്ലെങ്കിൽ ടെൻഷൻ വരും. ബുദ്ധി ഉണ്ടായോ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ പകരം നമ്മൾ എന്താണെന്ന് വെച്ചാൽ അധികം ബുദ്ധിമുട്ടൊന്നും വേണ്ട. നമ്മൾ സമൃദ്ധിയെ കുറിച്ച് ചിന്തിക്കാം. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പം എന്താ ചെയ്യുക, ഉണ്ടാക്കി പോവുകയും ചെയ്ത്. അവിടെയാണ് റെമഡിയൽ വാസ്തുവിൻ്റെ ആവശ്യം. അപ്പോൾ അവിടെ ചിലത് കണക്കിൽ തന്നെയല്ല, ചില സാധനങ്ങൾ വെച്ചാലും ഒക്കെ അത് മാറ്റാൻ പറ്റും. അതായത് ആ പർട്ടിക്കുലർ എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം അഗ്നികോണ് ഇല്ല എങ്കിൽ ഒന്നുമില്ല, ആധാരം ബാങ്കിലാവും. പക്ഷെ അത് സങ്കടം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാരണം ഇന്നിപ്പോൾ ഒരാൾ വീടുണ്ടാക്കാൻ ലോൺ എടുക്കാണ്ട് ഇപ്പോൾ ആർക്കും വീട് എടുക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള കാലഘട്ടമാണ്. പക്ഷെ എല്ലാ കാലവും ലോൺ അടയ്ക്കുന്നതായാലും ജീവിതം മുഴുവനും ശരിയായില്ലല്ലോ. അവിടെയാണ് അതിൻ്റെ പോയിന്റ്. അപ്പം എന്താ അഗ്നികോണിൽ എന്താണ് ഒരു ദീപം കത്തിച്ച് വെച്ചാലും അവിടെ ദീപമായി. ഇതുകൊണ്ടാണ് ഈ മലയാളികൾക്കാണ് ഏറ്റവും കൂടുതൽ ലോൺ. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ബാക്കിയുള്ളവർക്കൊക്കെ അങ്ങനെ ലോണും കാര്യമൊന്നുമല്ല. എന്താ കാരണം? കാരണം കേരളത്തിൽ മാത്രമാണ് വടക്ക് കിഴക്ക് അടുക്കള ഉള്ളത്. ബാക്കി എല്ലാ സ്ഥലത്തും തെക്ക് കിഴക്കാണ് അടുക്കള. അതായത് അഗ്നികോണില് നാച്ചുറലി തന്നെ അവിടെ അഗ്നി ഉണ്ടാവും. അപ്പൊ തല പൊകീണത് മലയാളിയാണ്. കാരണം വാസ്തു പുരുഷന്റെ തലഭാഗമാണ് വടക്ക് കിഴക്ക് വരുന്നത്. അപ്പൊ എന്താണ് തല പൊകയും. എന്നിട്ടോ നമ്മൾ ലോണ് കാര്യങ്ങൾ ടെൻഷനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതാവും. താങ്ക് യു വെരി മച്ച്.